വിളിച്ചത് ദൈവമെങ്കിൽ, if the Lord has called you, നിന്നെക്കുറിച്ച് ഒരു വിഷൻ ദൈവത്തിനുണ്ടെങ്കിൽ, if God has a vision about you, നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി ദൈവത്തിനുണ്ടെങ്കിൽ, if God has a plan about you, നീ മരിച്ചാലും ദൈവം അതിനെ കൊണ്ട് ജീവിപ്പിക്കും. even if you are dead, God will fulfill that in your life. നിന്റെ മേൽ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, ഒരു പ്രതിസന്ധി വരുന്നതിന് മുൻപ് കരുതൽ ദൈവം വെച്ചിരിക്കും. If there is a plan of God upon you, before a trouble comes, God will give a way of deliverance. കരുതൽ ഒരുക്കാതെ പ്രതിസന്ധി ദൈവം തരത്തില്ല. Unless there is a way of caring prepared, there will be no trouble that comes to your life. രഹബോത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? What is the meaning of Rehoboth? ദൈവം ഇടം ഉണ്ടാക്കി. The Lord had made room for us. രാത്രി എത്ര പേർക്ക് അധികാരത്തോടെ പറയാൻ കഴിയും, എന്റെ മുൻപിൽ നിൽക്കുന്ന ഈ പ്രതിസന്ധിക്കകത്ത് ചെരുപ്പ് നനയാതെ ഞങ്ങൾ അക്കരെ കയറും. നനയാതെ എനിക്കറിയില്ല, ചെരുപ്പ് നനയാതെ സഭ അക്കരെ കയറും. And that was ringing in my ears, that with dry feet the church will go to the other shore. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, എന്റെ പൊന്നു കർത്താവ് ഇത്രയും വർഷം കരഞ്ഞിട്ടും പ്രാർത്ഥിച്ച് ജയിച്ച് കയറിയിട്ടും അപ്പ എന്തുകൊണ്ടാ ഈ പരീക്ഷകൾ തീരാത്തത്? Aren't you thinking, Lord, that how much I have been tested and I have prayed and cried and still this test is not over? ഒറ്റ ഉത്തരമേ ഉള്ളൂ, നീ കൊള്ളാകുന്നവനെന്ന് തെളിയിച്ചു കൊണ്ടുവരാൻ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ഒരു പദ്ധതി ഉള്ളത് കൊണ്ട് അവൻ നിന്നെ ടെസ്റ്റിലൂടെ കടത്തിവിടുന്നത്. ഉറപ്പോടെ പറ, നീ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഒരു പ്രതിസന്ധിക്കും എന്നെ തകർക്കാൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ദൈവത്തിന്റെ പരീക്ഷ ഞാൻ ജയിക്കും. നീ ഇപ്പോൾ നിൽക്കുന്ന ഒരു ആത്മീയ സ്റ്റെപ്പില്ലേ, the spiritual step that you are standing in now, ദൈവം നിനക്ക് വെച്ചിരിക്കുന്ന ഹയർ പൊസിഷനാ. there is a higher position that God has kept for you. ആ ഹയർ പൊസിഷനിലേക്കുള്ള മൂവിനിടയിൽ ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് ഈ ടെസ്റ്റ് നീ ജയിക്കുമെന്ന് ദൈവം പറയുന്നു. While you should move to that higher position, God has kept this for you, that you have to pass that examination. ഇന്നലകളിൽ എന്നെ നടത്തിയവൻ ഇന്നും നടത്താൻ പറ്റും. The one who led me yesterday can lead me forward today. ചെങ്കടലിൽ വഴി തുറന്നവന് യോർദാനിലും തുറക്കാൻ പറ്റും. The one who opened the way in the Red Sea can open a way in Jordan. ഞാൻ പരാജയപ്പെടത്തില്ല. I will not be ashamed. വിശ്വസിക്കുന്നവർ ഉറപ്പോടെ ആമേൻ ആമേൻ പറഞ്ഞാട്ടെ. Those who believe shout amen. നിന്റെ പരീക്ഷ തകർക്കാനല്ല ദൈവം നിന്നെ ടെസ്റ്റ് ചെയ്യുന്നത്, ദൈവത്തിന് ഇഷ്ടമുള്ളത് കൊണ്ടാ. നമുക്കൊന്നിച്ച് നിന്ന് പലതും ചെയ്യാൻ കഴിയും. നമ്മളൊക്കെ പെന്തിക്കോസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നവരല്ല, വളരെ ചുരുക്കം വരെയുള്ളൂ. നമ്മളെ കർത്താവ് ഈ കുഴിയിൽ നിന്ന് വലിച്ചെടുത്തു കൊണ്ടുവന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കർത്താവ് നമ്മളെ വലിച്ച് പുറത്തിറക്കിയാണ്. എങ്കിൽ നമ്മളെ ഇവിടെ നിർത്തിയിരിക്കുന്ന ഒരു പാറയുടെ പുറത്താണ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് നിർത്തിയിരിക്കുന്നത് പാറയുടെ മുകളിലാണ്. ശക്തമായ ഒരു പാറയുടെ മുകളിൽ നമ്മളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ നയിക്കുവാൻ മതിയായ ഒരു ദൈവം നമ്മുടെ മുൻപിൽ നമുക്ക് വേണ്ടി നടക്കുന്നുണ്ട്.